ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അമ്പലക്കുളത്തേക്ക് പോവാണ് കേട്ടോ. കുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ശിവയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രമല്ലേ കുളത്തേക്ക് പോകാനൊക്കെ പറ്റൂ. പിന്നെ ഇത് വലിയൊരു വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഓം നമഃ ശിവായ, ജയ് ഹനുമാൻ, ജംഗിൾ ബുക്ക് അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്കാട്ടോ ഞങ്ങൾ വന്നിരുന്നത്. അന്നൊക്കെ ഈ വീടിൻ്റെ പൂമുഖത്ത് കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ, ടി വി കാണാൻ. നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല കേട്ടോ. കുളത്തിലേക്ക് പോകാൻ വേണ്ടി വേറെയും വഴിയുണ്ട് കേട്ടോ, പക്ഷേ വേഗം എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനെ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലക്കുളം. നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. ഉണ്ണിക്കുട്ടനെ ആദ്യം ഇവിടെ വന്നാൽ മീൻ പിടിക്കലാണ് കേട്ടോ പണി. പൊന്മ മീൻ പിടിക്കണ പോലെ കാത്തിരിക്കും കേട്ടോ ഉണ്ണിക്കുട്ടൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിക്കുട്ട കിട്ടണ്ടോ? നിക്ക് നിക്ക് പൊന്നോ, ഈ സൈഡിലേക്ക് ഒരുപാട് മീനുകളുണ്ട്. അവിടെ അങ്ങനെ ഇളകി നിൽക്കുമ്പോഴേ മീൻ ഉണ്ടാവില്ല. ഇതെവിടെ ഉണ്ട് ഉണ്ണൂട്ടാ? എത്ര മീനുണ്ട്? 2 എണ്ണം ചാടി പോയി. 4 എണ്ണം ഉണ്ട്. ഇത് മാത്രം ഇനി കിട്ടില്ല, മതി. ആ ഉണ്ട്. നോക്കട്ടെ, മീൻ നോക്കട്ടെ. ചാടിട്ടോ. പിന്നെ കിട്ടിയോ ഉണ്ണിക്കുട്ടാ? ഒറ്റൊന്ന്. എന്നാലും എങ്ങനെ കിട്ടിയില്ലേ? അറിയാമല്ലേ മാംസത്തിന്. പെട്ടെന്ന് നല്ല മഴ പെയ്തു കേട്ടോ. നല്ല രസമാണ് കേട്ടോ കുളത്തിലിങ്ങനെ മഴ കൊണ്ട് നിൽക്കാൻ. പിന്നെ കരയ്ക്ക് കയറിയിട്ടും പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം കുടയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിന്ന് കൊണ്ടു കേട്ടോ മഴയൊക്കെ. കുട്ടികൾക്ക് പനി പിടിക്കുമെന്നായിരുന്നു കേട്ടോ പേടി. ഇനി കളിക്കേണ്ട, ഇനി നനയും. വാ പോവാ, ഞങ്ങൾ പോവാ. 2 മണിക്കൂറായി വന്നിട്ട്. വരൂ. അതാ ഞങ്ങൾ കുളി കഴിഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വെള്ളക്കുപ്പി ഉണ്ടാവും കേട്ടോ കുളത്തേക്ക് പോകുമ്പോൾ. പിന്നെ ഇത് ഞങ്ങളുടെ ശിവക്ഷേത്രത്തിൻ്റെ പിൻവശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും തൊഴാറുണ്ട് കേട്ടോ. പിന്നെ ശിവയ്ക്കും ഉണ്ണിക്കുട്ടനും അപ്പോഴേക്കും നല്ല വിശന്നു കേട്ടോ. കുറേ നേരമായില്ലേ വീട്ടിൽ നിന്ന് പോന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.